എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് സോങ് കട്ട്. ഒന്ന് നമുക്ക് സോങ് നല്ലതാണെങ്കിൽ നമുക്ക് ഭയങ്കര കുറച്ചുകൂടി എനർജിയാണ് ചെയ്യാനായിട്ട്. കാരണം ആ സോങ്ങിൻ്റെ റിതവും പരിപാടിയും നമ്മൾ പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് കേൾക്കുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു സോങ്ങിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 1 വീക്കല്ലേ റിപ്പീറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ മറ്റേ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നു, ഇതിൻ്റെ ഓരോ റിതം നമുക്കറിയാം, ഓരോ പോർഷനും അറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്, നമ്മൾ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇന്നാകും. പിന്നെ ഈ പറഞ്ഞ ഷോർട്സുകൾ, അത് ഈ പറഞ്ഞ നമ്മൾ വലിയ പ്രോജക്റ്റ് തമിഴിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പം മലയാളം കമ്പയർ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ക്യാമറാസ്, ഒരു 6-7 ക്യാമറാസ് ഒക്കെ അന്ന് ആ ടൈമിലുണ്ട്. ഞാൻ പറയുന്നത് ഒരു 10-15 ഇയേഴ്സ് ബാക്കാണ്. അന്നൊക്കെ ഹ്യൂജ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ കൊറിയോഗ്രാഫി കുറച്ചുകൂടെ ഇതാണ്. ഒരുപാടുണ്ട് അങ്ങനത്തെ ആ സ്കെയിലിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക, ഒരു റിതം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു താളം, അതിൻ്റെ ആ കൊറിയോഗ്രാഫി, സ്റ്റെപ്സിന്റെ മാച്ചിങ്. ഇപ്പൊ നമുക്ക് ഫോർഗ്രൗണ്ട് നിൽക്കുന്ന ഒരു ഹീറോയെ മാത്രമല്ലല്ലോ, ബാക്കിൽ ഒരാൾ തെറ്റുന്നുണ്ടോന്നും കൂടെ നമ്മൾ നോക്കണം. ഓൾറെഡി കൊറിയോഗ്രാഫർ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ആ ഒരു മൊത്തം നോക്കണം. പിന്നെ ആ സ്റ്റെപ്പിന്റെ ഒരു താളം ചിലപ്പം അത് കുറച്ച് എന്താ പറയുന്നത്, ടൈം ടേക്കിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്.